സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചെത്തിയ രാധികയെ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുക, ഇടി നാണം കെട്ടവളെ, നീ എന്തിനാടി എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വന്നത്? എവിടെയെങ്കിലും പോയി ചത്തൂടായിരുന്നു നിനക്ക്? വരുന്ന വഴിയിൽ കായലിൽ പോയി ഒന്നും കണ്ടില്ലേടി നീ? സ്വന്തം അനുജത്തിയുടെ ജീവിതം തകർക്കാൻ നോക്കിയവളും കണിമംഗലത്തെ എല്ലാവരും തലയിലെടുത്ത് വെച്ചിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ തലയെടുത്ത് വെച്ചവരനെ എടുത്തടിച്ചിറക്കിയപ്പോൾ നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ? എങ്ങനെ ഇങ്ങനെയൊക്കെ നീ ചെയ്യാതിരിക്കും? നിന്നെ പിഴച്ചു പറ്റിയിട്ടിട്ട് പോയ ആ തള്ളയുടെ ഗുണമല്ലേ നീ കാണിക്കൂ. അന്നേരം യശോദ അമ്മയോടൊന്ന് നിർത്താൻ പറയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി യശോദയോടും പൊട്ടിത്തെറിക്കുവാണ്. ആ ചെല്ലടി ചെല്ലി കൊണ്ടേ നിന്റെ പുന്നാര മോളെ മടിയിലെടുത്ത് താരാട്ട് പാട്ടി ഉറക്ക്. നിന്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കിയവളാം. അക്കാര്യം അറിഞ്ഞ് ആ വീട്ടിലുള്ളവർ പോലും ഇവളെ അടിച്ചിറക്കി വിട്ടു. എന്നിട്ട് നീ ഇവളെ ചേർത്ത് പിടിച്ചോ? പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സങ്കടപ്പെട്ട് കരയുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം യശോദയും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് രാധികയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. യശോദ രാധികയോട് ചോദിക്കുവാണ്, വരൻ നിന്റെ കഴുത്തി താലി കെട്ടിയപ്പോഴെങ്കിലും നിനക്കൊന്നും പറയായിരുന്നില്ലേ? നീ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന്, നിന്നെയാണ് അവൻ ആഗ്രഹിച്ചിരുന്നതെന്ന് എന്നോട് നിനക്കൊന്നും പറയായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രിയങ്കിയെ വരണിൻ്റെ ഒപ്പം അയക്കാനായിട്ട് ഞാൻ കൂട്ടി നിൽക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് കരയുവാണ് യശോദയും. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ശ്യാമ അങ്ങനെ രാധികയുടെ നല്ലതിനും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇന്നെൻ്റെ മോളുടെ പിറന്നാളാ, അവളുടെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാക്കാതെ അവൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോഴായിരിക്കും കേട്ടോ ശ്യാമയുടെ കൈതട്ടി നിലവിളക്ക് താഴത്തേക്ക് വീഴുന്നത്. അതുകൊണ്ട് ശ്യാമാകെ ഭയന്ന് നിൽക്കുക. ഭഗവാനെ, ദുസൂചനയാണല്ലോ കാണുന്നത്. അങ്ങനെ ശ്യാമ വല്ലാതെ ടെൻഷനായി നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും അമൃത അങ്ങോട്ടേക്ക് വരുന്നത്. എന്തു പറ്റി ശ്യാമേ? അന്നേരം ശ്യാമ പറയണേ, ഏട്ടത്തി, എന്തൊക്കെ ചില ദുസൂചനകൾ ഭഗവാൻ എൻ്റെ മുമ്പിൽ കാണിക്കുന്നു. എൻ്റെ മോൾക്ക് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ. ഏട്ടത്തി ഒന്ന് ആൾ വേഗം ഫോണിൽ വിളിക്കുക. അങ്ങനെ അമൃത രാധികയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അമൃത പറയുക, രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്നതും ശ്യാമയുടെ സംശയങ്ങൾ കൂടുക. എൻ്റെ കൃഷ്ണ, ഞാൻ സംശയിച്ചത് ശരിയാണല്ലോ. എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്യാമയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്